നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു സമീപ ഭാവിയിൽ വരും. അവൻ്റെ വരവെങ്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് മരിച്ചുപോയ വൃതന്മാർക്കും ജീവനോട് ഇരിക്കുന്നവർക്ക് രൂപാന്തരവും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നാം അവനോടുകൂടി ഇടയശ്രേഷ്ഠനോടുകൂടി നിത്യകാലം വസിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത വാഗ്ദത്തം. അതിൽ നമുക്ക് Greetings to all of you in the precious name of our Lord and Savior Jesus Christ. കർത്താവിൻ്റെ വന്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഈ 100-ാം സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരു സ്തോത്ര സങ്കീർത്തനം. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എ താങ്ക്സ് ഗിവിങ് സാം. താങ്ക്സ് ഗിവിങ് കഴിഞ്ഞ ദിവസമാണല്ലോ ഈ സൺഡേ എന്ന് പറഞ്ഞാൽ തേഴ്സ്ഡേയിലെ താങ്ക്സ് ഗിവിങ് ആയിരുന്നു. അപ്പോൾ ഈ സങ്കീർത്തനം വേർതിരിച്ചിരിക്കുന്നത് താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടിയാണ്. നന്ദി കരേറ്റിക്കൊണ്ടുള്ള സ്തോത്ര സങ്കീർത്തനം. പ്രൈസ് ഗോഡ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഹോളിഡേ ആണ് അമേരിക്കയിലെ ഈ താങ്ക്സ് ഗിവിങ്. അത് നല്ല ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള സന്തോഷം കൊണ്ടല്ല, അതിലുപരി ഈ രാജ്യം വേർതിരിച്ചിരിക്കുകയാണ് ഒരു ദിവസം പ്രത്യേകമായി ദൈവത്തിന് നന്ദി കരേറ്റേണ്ടതിന് വേണ്ടി. അങ്ങനെയുള്ള ഒരു ദിനമാണിത്. ഞാൻ താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ചൊരു വലിയ മെസ്സേജ് ഒന്നും പറയാനല്ല ഇവിടെ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. അമേരിക്ക, കാനഡ ഇതുപോലെയുള്ള പല രാജ്യങ്ങളും താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. 1620 നമുക്കറിയാം പിൽഗ്രിംസ് പേരൻസ് അല്ലെങ്കിൽ പിൽഗ്രിംസ് യൂറോപ്പിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ആരാധിക്കാനുള്ള ഫ്രീഡത്തിന് വേണ്ടി യൂറോപ്പിൽ നിന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് കപ്പൽ മാർഗം യാത്ര ചെയ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നോർത്തേൺ ഏരിയകളിൽ വന്നു, കുടിയേറി പാർത്തു. അതിനെ ഓർത്തുകൊണ്ടാണ് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് താങ്ക്സ് ഗിവിങ് ഒക്കെ നടത്തുന്നത്. പല വേറെ ട്രഡീഷൻസൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. എന്നാൽ വളരെ കഷ്ടവും ക്ലേശഭൂയിഷ്ടവുമായ അന്തരീക്ഷത്തിലൂടെ കടന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടൺ, ആ കാലത്ത് അനേകരും യുദ്ധത്തിൽ മരിച്ചുകൊണ്ടിരുന്നു. അനേകർക്ക് പാർപ്പിടങ്ങൾ പണിയേണ്ടതിൻ്റെ 7 ഇരട്ടി കല്ലറകൾ പണിതുകൊണ്ടിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ അതുപോലെ ആളുകൾ മരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം യുദ്ധത്തിലും മറ്റും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടൺ ആരോഹണം ചെയ്യുന്ന സമയം ആ വർഷം തന്നെ അദ്ദേഹം സെനറ്റിലും കോൺഗ്രസ്സിലും ഇത് കൊണ്ടുവന്ന ഐഡിയ ഒരു താങ്ക്സ് ഗിവിങ് ഡേ ഒരു നാഷണൽ ഹോളിഡേ ആക്കി തീർക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായമെടുക്കാൻ. ബോത്ത് കോൺഗ്രസ് ആൻഡ് ദ സെനറ്റ് പാസ് ഫോർ ഇറ്റ്. അങ്ങനെയാണ് താങ്ക്സ് ഗിവിങ് ഡേ, ദൈവത്തിന് നന്ദി കരേറ്റണം എന്നുള്ള ആശയത്തോടുകൂടി ഈ രാജ്യം തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവിൻ. ഒരു പർട്ടിക്കുലർ ജനവിഭാഗത്തെ അല്ല, ലോകത്തിലുള്ള സകല ജാതികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവയ്ക്ക് അർപ്പിടുവിൻ, യഹോവയെ സ്തുതിക്കുവിൻ എന്ന്. ഈ ഭാഗത്ത് നമ്മൾ 3-4 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആരാധനയുടെ പ്രാധാന്യമാണ്. ആർപ്പിട്ട് ആരാധിക്കണം. നമ്മൾ ഇന്ത്യയിലെ സംസ്കാരത്തിൽ ആരാധനയ്ക്ക് സാധാരണ സൈലൻ്റായിട്ടൊന്ന് തൊഴുകുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ യഹൂദന്മാരുടെ രീതിക്ക് അങ്ങനെയല്ല. അവരല്പം ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ടു സെർവ് ദ ലോഡ്,
കർത്താവിനെ സേവിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ലവ് ദ ലോർഡ് ഇൻ്റലിജൻ്റ്ലി. ഇമോഷനിൽ അധിഷ്ഠിതമായിട്ടല്ല, ബുദ്ധിപരമായി തന്നെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. നാലാമതായി കാണുന്നത് ദൈവത്തിന് നന്ദി കരയറ്റണം. ഇങ്ങനെ 4 കാര്യങ്ങൾ 5 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ അവിടെ ഉറപ്പിച്ച് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മൾ സങ്കീർത്തനത്തിലുടനീളം കാണുന്നു. സങ്കീർത്തനം എല്ലാ ഭേദഭാഗങ്ങളും എടുക്കണമെന്നില്ല, ഞാനൊന്ന് പരാമർശിച്ച് കടന്നു പോകാൻ ചില വാക്യങ്ങൾ. ഒന്നാമതായിട്ട് 66-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഷൗട്ട് ജോയ്ഫുള്ളി ഓ എർത്ത്. അതിൻ്റെ അർത്ഥം സർവഭൂസിമവാസികളുമായുള്ളവരേ യഹോവയ്ക്ക് ഘോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടല്ല, ശബ്ദമുഖരിതമായി തന്നെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ആഹ്വാനമാണ് നമ്മളവിടെ കാണുന്നത്. അതുപോലെ 81-ാം സങ്കീർത്തനം 1 തൊട്ട് 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു: സിംഗ് ഫോർ ജോയ്, സിംഗ് വിത്ത് ജോയ്, സന്തോഷത്തോടെ പാടുവീൻ. അങ്ങനെ സന്തോഷത്തോടെ പാടി ആരാധിക്കുവാനുള്ള ആഹ്വാനം അവിടെ നമ്മൾ കാണുന്നു. അതുപോലെ 95-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്: നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുവീൻ എന്ന് പറഞ്ഞാൽ സിംഗ് ബിഫോർ നമ്മുടെ മേക്ക് എ ജോയ്ഫുൾ നോയ്സ് അണ്ടു ദ റോക്ക് ഓഫ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടണം. സങ്കീർത്തനത്തിലല്ല, ഇത് ആരാധനയുടെ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതുപോലെ 98-ാം സങ്കീർത്തനം 4 തൊട്ട് 6 വരെയുള്ള വേദശകലങ്ങളിൽ ഇങ്ങനെ കാണുന്നു: രാജാവായ ദൈവത്തെ ഘോഷിപ്പീൻ, സിംഗ് ബിഫോർ ദ കിങ്. ഹു ഈസ് ദ കിങ്? 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നു: ഞാൻ എൻ്റെ രാജാവിനെ ഉത്തരഗിരിയായ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. നമ്മൾ ലോക ജിയോഗ്രഫി അനുസരിച്ച് നോക്കുമ്പോൾ ഉത്തരഗിരിയായ സിയോൻ എന്ന് പറയുന്നത് യെരുശലേമിൻ്റെ ഭാഗമാണ്. അവിടെ സിയോനിൽ എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ എൻ്റെ രാജാവിനെ ഞാൻ വാഴിച്ചിരിക്കുന്നു. ദൈവം കൽപ്പിക്കുകയാണ്. അവനെ ചുംബിച്ച് നിങ്ങൾ രക്ഷ പ്രാപിക്കണം. ലോക രാജാക്കന്മാരോടുള്ള ഗൗരവമായ നിർദ്ദേശമാണ്. നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമോ, എൻ്റെ രാജാവിനെ, ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്ന രാജാവിനോട് ഇണങ്ങി പാർത്തുകൊള്ളണമെന്നുള്ള നിർദ്ദേശം സങ്കീർത്തനക്കാരൻ 2-ാം സങ്കീർത്തനത്തിൽ നൽകുകയാണ്. ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, അതിന് മാറ്റമൊന്നുമില്ല. ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നുവെന്ന്. സ്തോത്രം. അപ്പം നമ്മളിവിടെ കണ്ടു, വർഷിപ്പ് ദ ലോർഡ് not grudgingly or as a compulsion, but worship the Lord joyfully. സന്തോഷത്തോടു കൂടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. സന്തോഷത്തോടുകൂടെ. പ്രൈസ് ദ ലോർഡ്. ഈ 2 രീതിയിൽ ഇസ്രായേലിയർ ദൈവത്തെ ആരാധിച്ചിരുന്നു. ഒന്ന്, ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ഈ സങ്കീർത്തനം എഴുതുന്നതിലും എങ്കിലും സകല ലോക ജാതികളെയും സംബോധന ചെയ്തുകൊണ്ടാണ്, അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരൊക്കെ ഒരു ആലയം മാത്രമേ ലോകത്തിലുള്ളൂ, അത് യെരുശലേമിലാണ്. അവർക്കുണ്ട ശലോമോൻ പണിത പള്ളി. അതിനു മുമ്പ് സമാഗമന കൂടാരമായിരുന്നു മരുഭൂമിയിൽ. അതിനുശേഷം ആ സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെയും ദേവാലയത്തിൽ അവരെ ആക്കി. അങ്ങനെ ദേവാലയത്തിൽ വന്ന് ആരാധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് യഹൂദൻ്റെ ഒരു പള്ളി പണിയണമെന്നുള്ള ആഗ്രഹം ഏറ്റവും ശ്രേഷ്ഠമായി ഉള്ള ഒരു കാര്യമായിട്ട് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. ഒരു ദേവാലയം പണിയണം. അവിടുത്തെ മതബോധമുള്ള എല്ലാ യഹൂദൻ്റെയും ആഗ്രഹമാണ് ഒരാലയം പണിയണം. അപ്പം നിങ്ങൾ കരുതും അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സിനഗോഗുകളുണ്ടല്ലോ. അതോ സിനഗോഗുകളെന്ന് പറഞ്ഞാൽ സ്കൂളെന്നുള്ള അർത്ഥമാണ്. അവിടെ ന്യായപ്രമാണ പുസ്തകം വായിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളൊക്കെ നടത്തുന്നത് പോലെയുള്ളൊരു പ്രക്രിയ അതെവിടെയും നടത്താം. എന്നാൽ ആരാധന, യാഗമർപ്പിച്ച് ആരാധന അവർക്ക് നടത്തേണ്ട ഒരേ ഒരു സ്ഥലം യെരുശലേമിലെ ദേവാലയമാണ്.
അതില്ലാതായിട്ട് AD 70 തൊട്ട് ഇന്ന് വരെ ഇല്ല. ഏതാണ്ട് 1900 വർഷമായിട്ട് അവർക്കൊരു ആലയവുമില്ല, അവർക്കൊരു യാഗവുമില്ല. അതെത്രയും സമീപ ഭാവിയിൽ ഉണ്ടാകുമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് അതിൻ്റെ കാര്യം. എന്നാൽ ഈ യഹൂദന്മാർ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ദൈവത്തെ ആരാധിച്ചിരുന്നവരാണ്. അവരിൽ ബലഹീനതകൾ വന്നിട്ടുണ്ട്, ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആരാധനയുടെ അഭ്യസനം ശരിയാമണ്ണം ലഭിച്ചിട്ടുള്ള ഒരു ജാതിയാണ് അവർ, ലോകത്തിൽ മറ്റൊരു ജാതിയേക്കാളും ഉപരിയായി. അപ്പോൾ അവർ പാടിക്കൊണ്ടാണ് ആരാധിക്കുന്നത്. അവർ ഡാൻസ് ചെയ്യും, ചിലപ്പോൾ നൃത്തം ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം ഒന്ന് ഇളകിക്കൊണ്ടാണ് അവർ ആരാധിക്കുന്നത്. അതായിരുന്നു യഹൂദന്മാരുടെ ആരാധന രീതി. കൈയൊക്കെ അടിച്ച്, പക്ഷെ നമുക്ക് കൈയൊക്കെ, എനിക്ക് അന്നേ താളം പോലും ഇല്ല കൈ അടിക്കാൻ. അതുകൊണ്ടാണ് പലപ്പോഴും കൈ അടിക്കാതെ പാടുന്നത്. എന്നാൽ യഹൂദന്മാർ കൈയൊക്കെ അടിച്ച് താളമൊക്കെ അടിച്ച് അവരുടെ ആലയത്തിലോട്ട് വരുമ്പം തന്നെ അവരുടെ ആലയത്തിൻ്റെ സ്റ്റെപ്പിലൂടെ കയറുമ്പോൾ അവർ കാലൊക്കെ ഒരു സ്റ്റെപ്പൊക്കെ വെച്ച് നൃത്തം ചെയ്ത് കൈയൊക്കെ കൊട്ടി ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലാണ് അവർ ആരാധിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കയറുന്നത് തന്നെ. അങ്ങനെയുള്ളൊരു ജനസമൂഹത്തോട് പറയുന്ന, അല്ലെ അവർ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണിത്. പ്രൈസ് ദ ലോർഡ്. യെരുശലേം, ഇസ്രായേൽ ജനം ഇസ്രായേലിലേക്ക് പോവുകയാണ്. ഈജിപ്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ഫറവോൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച് സമുദ്രത്തിലൂടെ വഴി ദൈവം ഉണ്ടാക്കി കൊടുത്തു. ആ വഴിയെ കടന്ന് മരുഭൂമിയിലൂടെ അവിടെ കടന്നു വരുമ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് അതിഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ കാലത്ത് ബിലയാം എന്നൊരു പ്രവാചകനുണ്ട്, ജാതികളുടെ പ്രവാചകനാണ്. പക്ഷെ അദ്ദേഹത്തിന് യഹോവയാം ദൈവത്തെ വലിയ ബഹുമാനവും ആരാധനയാണ്, യഹോവയാണ് ആരാധിക്കുന്നത്. അങ്ങേര് പറഞ്ഞാൽ അതുപോലെയൊക്കെ സാധിക്കുമെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ബിലയാമിനോട് ബാലാക്ക് പറഞ്ഞു, നിനക്ക് ആവശ്യം പോലെ പണമൊക്കെ തരാം, നീ എനിക്കൊരു ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ദൈവം പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ഇങ്ങോട്ട് വരിക, എൻ്റെ ദേശത്തുകൂടെ വേണം അവർ പോകാൻ, എന്നാൽ ഇവരെ നീ ഒന്ന് ശപിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം പറയാതെ ഒന്നും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറയണം, എന്നാൽ നീ ഈ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് അവരെ ഒന്ന് നോക്കിയിട്ട് അവരെ ഒന്ന് ശപിക്കും. അപ്പോൾ അത് നോക്കി കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. അവരുടെ ദൈവമായ യഹോവ അവരോടുകൂടെ വസിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. The Lord is with them and the shout of the king is among them. രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ഈ ജനത്തെ എനിക്ക് ശപിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ബാലാക്ക് ജയിച്ചു. എങ്ങനെയാണ് ബാലാക്ക് ജയിച്ചതെന്നറിയാമോ? 2-3 വിവിധ സ്ഥലങ്ങളിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ശപിക്കാൻ പറഞ്ഞു. നിനക്ക് ഞാൻ അത് തരാം, ഇത് തരാം, പൊന്ന് തരാം, അത് വെള്ളി തരാം, സ്വർണം തരാം, ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ബിലയാം ശപിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാക്ക് തിരിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതെല്ലാം അനുഗ്രഹ വാക്കുകളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ ചില പ്രവാചകന്മാരെക്കാളും ഒക്കെ ഒരു നല്ല പ്രവാചകനായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് ശപിക്കാൻ നോക്കിയിട്ട് പോലും ശപിക്കാൻ പറ്റുന്നില്ല. നാക്കേന്ന് വരുന്നത് ദൈവം തരുന്ന വാക്കാണ്, അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം അനുഗ്രഹം പറഞ്ഞു. പക്ഷെ ഒടുവിലൊരു വേല വെച്ചു പോയി. നമ്മൾ പറയില്ല, ഒരു പണി വെച്ചു പോയി. ഇവർ ധാർമ്മികമായ അധപ്പതനം ഉണ്ടായാൽ ഇവർ ശാപം ഏറ്റെടുത്തോളും, അവർ തന്നെ ശാപഗ്രസ്തരായിക്കോളും. അതുകൊണ്ട് അതിന് വേണ്ട ചില വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. ധാർമ്മികമായ അധപ്പതനത്തിനുള്ള വിദ്യകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ കുറേയേറെ ആളുകൾ മരിക്കുവാനിടയായി. എന്നാൽ അദ്ദേഹം പറയുന്ന ഒരു വിഷയമാണ്, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ഇപ്പം ദൈവത്തെ ആരാധിക്കുന്നവർ കൂടി വന്നു അവിടെ ശബ്ദമുഖരിതമാകും. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് രാജകോലാഹലമുണ്ടായിരിക്കും. ദൈവത്തെ സ്തുതിക്കാതിരിക്കാനൊക്കത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നിയർ ജെറിക്കോ വാൾ,
വേറൊരു ദൃഷ്ടാന്തം ഞാൻ പറയാം. ജെറിക്കോ വാളിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഇസ്രായേൽ ജനം. അവരോട് പറഞ്ഞു, മൗനമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ചുറ്റും നടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് 7-ാമത്തെ ദിവസം മൗനമായിട്ടല്ല പോകേണ്ടത്, ദൈവത്തിന് സ്തുതി കരയേറ്റിക്കൊണ്ട് പോകണം. അങ്ങനെ ചെയ്തതായ സമയത്ത് എന്ത് പറ്റി? ആ ജെറിക്കോ മതിൽ ഇടിഞ്ഞ് വീഴുകയാണ്. ഇവർ മതിലിൻ്റെ വെളിയിൽ നിൽക്കുക. ഈ മതിൽ ഇടിഞ്ഞ് വെളിയിലോട്ട് വീണാൽ ഇവർ മരിച്ചു പോകും. അതുകൊണ്ട് ദൈവം, നമ്മൾ കണ്ടിട്ടുണ്ടോ ചില ബോംബൊക്കെ വെച്ച് ചില ബിൽഡിംഗ് ഒക്കെ തന്നെ താഴോട്ട് പോകുന്നത്. ഈ വാർ ഒക്കെ നടക്കുമ്പം ചിലർ ബോംബ് വെച്ചാൽ അത് താഴോട്ട് അടിഞ്ഞങ്ങ് പോവുകയാണ്, വീടിൻ്റെ സൈഡിലോട്ട് വീഴുന്നില്ല. ആ രീതിയിൽ താഴേക്ക് പോകുന്നത് ആ ഒരു പ്രക്രിയയാണ് ജെറിക്കോ വാൾ വീണപ്പോൾ ഉണ്ടായത്. ഇസ്രായേൽ ജനത്തിന് അതിൻ്റെ ചുറ്റും നിന്നിട്ട് ഒരപകടവുമില്ല, മതിൽ ഇടിഞ്ഞു പോവുകയും ചെയ്തു. അവിടെയും നമ്മൾ സ്തുതിയുടെ ശബ്ദം കാണുന്നുണ്ട്. അതുപോലെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം തിരിച്ചു വരുമ്പോൾ എസ്രാ പ്രവാചകൻ്റെ അല്ലെ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ജെറുസലേമൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തു. വേണ്ട രീതിയിൽ അല്പമായിട്ടൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി. ഹല്ലേലൂയ. അവിടെ അവർ നിന്നപ്പോൾ ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തെന്നാണ് കാണുന്നത്. ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തു. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലൊക്കെ വന്ന് നമ്മളൊന്ന് അവരെ ഒക്കെ ഒന്ന് തൊഴുത് മൗനമായിട്ട് ഇറങ്ങിപ്പോകും. എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ വേറൊരു വ്യത്യസ്ത അനുഭവമാണ്. അവരൊരല്പം ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു വ്യത്യാസം നമ്മളവിടെ ആരാധനയുള്ള ബന്ധത്തിൽ കാണുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വലിയ ഒരു പ്രമാണി വന്ന് ചോദിച്ചു, എന്താണ് തിരുവചനത്തിലെ ഏറ്റവും പ്രമുഖമായ പഠിപ്പിക്കലുകൾ? അപ്പോഴേ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഒരു പെർഫെക്ഷനാണ് കാണിക്കുന്നത്. ദൈവത്തെ ആരാധിക്കേണ്ടത് അങ്ങനെയാണ്. പൂർണ്ണ ശക്തി എന്ന് പറയുമ്പോൾ ശബ്ദം ഒക്കെ ശക്തിയിലായിരിക്കണം. 3 ഹല്ലേലൂയ എന്ന് പറഞ്ഞെന്ന് പതുക്കെ എന്ന് പറയുമ്പോൾ 3 ഹല്ലേലൂയ ഞാൻ ഇറങ്ങിക്കൊണ്ട് പറയുന്നതാണോ ആരാധന? ആരും പറയണ്ട, പറയാതെ ആരാധിക്കുന്നതാണ് ആരാധന. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സേവിക്കണം, സ്നേഹിക്കണം. എല്ലാം പൂർണ്ണമായിരിക്കണം. എനർജി എടുത്തുകൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ. പ്രൈസ് ദി ലോർഡ് എന്നവിടെ കാണുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ പറയുന്നു, ഞാനൊരു നല്ല പാട്ടുകാരനൊന്നും അല്ല കേട്ടോ, പിന്നെ എങ്ങനെയാണ് പാടി ആരാധിക്കുന്നത്? ഞാൻ പറയാം, എൻ്റെ ശബ്ദം മോശമാണെങ്കിൽ ഞാൻ പാടിയാൽ ഈ ശബ്ദം കേൾക്കരുതല്ലോ എന്ന് കരുതി അടുത്ത് നിൽക്കുന്നവർ ഉറച്ച് പാടത്തില്ലേ? ഈ ശബ്ദത്തെ ഒന്ന് ഒതുക്കാനായിട്ട്. അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പാടണം. നമ്മുടെ ശബ്ദം മോശമാണെങ്കിലും പാടണം. അപ്പോൾ അടുത്ത് നിൽക്കുന്ന നല്ല ശബ്ദമുള്ളവർ കുറച്ചുകൂടെ ലൗഡായിട്ട് പാടി നമ്മുടെ ശബ്ദത്തെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നതിലൂടെ ദൈവത്തിന് മഹത്വം ലഭിക്കുന്നു. എന്നാലും നമ്മൾ പാടാതെ ഇരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് വർഷിപ്പിങ്. നമുക്ക് വേണേൽ പറയാം, ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. എടാ, നിനക്ക് നാളെ ജോലിക്ക് ഈ ഞായറാഴ്ച ശനിയാഴ്ച അവധി എഴുതുന്ന മണ്ട ജോലിക്ക് പോകാൻ ആർക്കാ ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്തിട്ടാണോ രാവിലെ വെളുപ്പിനെ ജോലിക്ക് പോകുന്നത്? എനിവേ വി ആർ ഗോയിങ് എന്ന് പറഞ്ഞതുപോലെ ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. വേറെ ചിലർ പറയും, ഞാൻ അത്ര ഇമോഷണലൊന്നുമല്ല, ശബ്ദം നോക്കി ഉണ്ടാക്കി അങ്ങനെ പാടാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ആരാധിക്കാനും ഒന്നും ഞാൻ ഇമോഷണലല്ല, ഞാൻ കുറച്ച് റിസർവ്ഡാണ്.
ഈ ഇമോഷൻ്റെ കാര്യം അറിയണമെങ്കിൽ എൻ്റെ മൂത്ത മരുമോൻ സിജിയോട് ചോദിക്കണം. അവനൊരു ഇഷ്ടമുള്ള ടീം കളിക്കുമ്പോൾ പുള്ളി ഒരു റിസർവേഷനും ഇല്ല, പുള്ളി ശബ്ദം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അദ്ദേഹം സിജി ഒരിക്കൽ പൂനായി പോയി ചേട്ടനെ വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള വീടുകൾക്കൊക്കെ അത് ഈ ശബ്ദം അധികം വെളിയിൽ പോകാതിരിക്കത്തക്കവണ്ണം ശബ്ദമൊക്കെ ഒന്ന് പിടിച്ചു നിർത്തുന്ന വീടുകളാണ് നമ്മുടെ ഭിത്തിക്കിടയിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ പൂനായിലെ വീടുകൾക്ക് അങ്ങനെ ഇല്ല. പുള്ളി വെളുപ്പിനെ 3 മണിക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് കണ്ടുകൊണ്ടിരുന്നു, ബാസ്കറ്റ് ബോൾ. പുള്ളിയുടെ ടീം ജയിക്കുന്ന കണ്ടപ്പോൾ പുള്ളി അലറിക്കൊണ്ട് അട്ടഹസിച്ച് ശബ്ദം ഉണ്ടാക്കി. ചുറ്റുമുള്ള അപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ ഓടി വന്നു ഇതെന്താണെന്നറിയാം. ഞാൻ ഇതൊരു ഫാക്റ്റ് പറയുകയാണ്. സിജിക്ക് കേട്ടാലും ഞാനീ പറയുന്നതിനകത്ത് എനിക്ക് പറയാനുള്ള പെർമിഷനുണ്ട്. സോ പ്രൈസ് ദി ലോർഡ്. അപ്പം അയൽവാസികൾ വന്ന് നോക്കി ഈ വെളുപ്പംകാലത്ത് എന്താണ് ഇത്ര കാര്യം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ചിലർക്ക് സ്പോർട്സ് കാണുമ്പോൾ വലിയൊരു ഇമോഷനുണ്ട്. എനിക്കിഷ്ടമുള്ള ഗെയിം സോക്കറാണ്. അപ്പം എനിക്ക് പക്ഷപാതമുള്ള ടീം ഒരു സോക്കർ കളിക്കുന്നതിനിടയ്ക്ക് ഒരു ഗോൾ അടിച്ച് കയറ്റിയാൽ ഞാൻ ശബ്ദമുണ്ടാക്കും. റിസർവ്ഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു സ്പോർട്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിം കാണുമ്പോൾ നമ്മുടെ റിസർവേഷൻ മാറ്റിവെച്ച് നമുക്ക് ഇമോഷണൽ ആകാൻ സാധിക്കുമെങ്കിൽ why don't we get some emotional in our in giving the worship to our Lord? നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമ്മൾ സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി അല്പം ശബ്ദം ഉണ്ടാക്കിയാൽ എന്നാ കുഴപ്പം? വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ അവിടെ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5:12 ഇങ്ങനെ കാണുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ അവിടെ ഉല്ലസിക്കുക ചെയ്യുന്നത്. ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഭൂമിയിലല്ല, സ്വർഗത്തിൽ. അപ്പോൾ ഈ സ്വർഗത്തിൽ പോയാൽ ദൈവത്തെ ആരാധിക്കാനാണ് ബഹളം ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നെങ്കിൽ പിന്നെ ഇവിടെ വെച്ചൊരു ശബ്ദം ഉണ്ടാക്കിയാൽ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ശബ്ദം ഇച്ചിരിയുടെ അല്പം കൂടെ കൂടുതലാണ്. അപ്പോൾ അവിടെ കാണുന്നത് 6 ചിറകുള്ള ദൂതന്മാർ യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ കാണുകയാണ്. 2 ചിറകുകൾ കൊണ്ട് അവർ പാദം മൂടുന്നു, 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടുന്നു, 2 ചിറക് കൊണ്ട് പറന്നു നിന്നുകൊണ്ട് അവർ പറയുകയാണ്, ജീവനുള്ള ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അട്ടഹസിക്കുമ്പോൾ കട്ടളക്കാലൊക്കെ കുലുങ്ങുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ കട്ടളക്കാലവും. അപ്പോൾ സ്വർഗത്തിൽ തന്നെ ഒരു ഷെയ്ക്ക് ഉണ്ടാകുകയാണ് ഇവരുടെ ആരാധനയിൽ. പിന്നെ നമ്മൾ മൗനമായിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ എന്തുകൊണ്ട് നമ്മൾ ആരാധിച്ചുകൂടാ? ലജ്ജ കൂടാതെ ആത്മാവിലും സത്യത്തിലും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുവാൻ മടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ഇവിടെ കാണുന്നത്, ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, സെർവ് ദ ലോർഡ് ഗ്ലാഡ്ലി, ദൈവത്തെ സന്തോഷത്തോടു കൂടി സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിക്കണം എന്ന് പറയുകയാണ് സന്തോഷത്തോടു കൂടി. ദൈവത്തിന് ഒത്തിരി ഫാനുള്ളതൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാവർക്കും ഉണ്ടല്ലോ ഫാൻ, ഒരുപാട് ഫാനൊക്കെ ഉണ്ട്. ദൈവത്തിന് ഫാനായിട്ട് ആളുകൾ തന്നെ കൂടി ഇരിക്കണമെന്നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് കൂടുതലായിട്ട് സെർവ് ചെയ്യുന്നവരായിരിക്കണമെന്നാണ്. തന്നെ ഫോളോ ചെയ്യുന്നവരെന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കണം. സർവീസ്. യേശു സർവീസിനൊരു ഉദാഹരണം കാണിക്കുന്നുണ്ട്. ക്രൂശീകരണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ആരാ വലുത്, മൂത്തത്, ശ്രേഷ്ഠൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പത്രോസ് പറഞ്ഞിരിക്കട്ടെ, ഞാനാ ശ്രേഷ്ഠൻ, ഞാനാണ് സ്പോക്സ് പേഴ്സൺ മിക്കവാറും ഒക്കെ. അപ്പോൾ ഞാനാണ് ലീഡർ എന്ന് പത്രോസ് പറഞ്ഞാൽ അന്ത്രയോസ് വിടുമോ? പുള്ളിയുടെ ചേട്ടനാണ്. അന്ത്രയോസിന് വേണേൽ പറയാം, പത്രോസേ നിന്നെ ആദ്യം കൊണ്ട് യേശുവുമായിട്ട് പരിചയപ്പെടുത്തിയതാരാ?
യേശുവിനെ പത്രോസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അന്ത്രയോസാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ പ്രശംസ പറയാനുണ്ട്. ആട്ടെ, ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചു. പത്രോസ്, നീയാണോ ആ 5 അപ്പവും 2 മീനും കണ്ടുപിടിച്ചേ? അന്ത്രയോസിന് പറയാൻ കഴിയാതെ ഞാനാണ്. ഗ്രീക്കുകാരായ ചിലരെ യേശുവിനെ കാണണമെന്ന് പറയാൻ വന്നത് നിന്നോടാണെന്നാ പറഞ്ഞേ? ഒരിക്കലും അല്ല, അത് അന്ത്രയോസിനോടാണ് പറഞ്ഞത്. അപ്പോൾ ആ ചേട്ടനായ അന്ത്രയോസിന് വേണേൽ പറയാം, പത്രോസ് നിന്നേക്കാൾ വെല്ലുവിളി ഞാനാണ്. അങ്ങനെ ഓരോ അപ്പോസ്തലന്മാർക്കും ഓരോന്ന് പറയാനുണ്ട്, അവരാ വെല്ലുവിളി എന്ന് പറയാൻ. മത്തായിക്കും ഉണ്ട്. കാരണം മത്തായിയുടെ അത്രയും വിദ്യാഭ്യാസമുള്ള പുള്ളികൾ ആരും ഇവിടെ ഒന്നും ഇതിനകത്ത് ആരുമില്ല. പുള്ളി അവിടുത്തെ IRSൻ്റെ വലിയ ആളാണ് ആയിരുന്നു. അതിൽ നിന്നാണ് പുള്ളി ഇങ്ങോട്ട് വന്നത്. അല്ല മീനെ പിടിച്ചെടുത്തൊന്നും ഇങ്ങോട്ട് വന്നതല്ല, അല്ല കൃഷിഭൂമിയിൽ നിന്ന് കയറി വന്നതല്ല. കുറച്ച് പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. റോമ ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്ത് IRSൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ട്, ജൂദായിക്കും പറയാനുണ്ട്. എടാ, വിശ്വാസയോഗ്യനല്ലാത്തവനെ ആരെങ്കിലും ട്രഷററാക്കുമോ? കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇവരുടെ ട്രഷറർ ആരാ? ജൂദായ. അപ്പോൾ ജൂദായിക്കും ചിലത് പറയാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ട്രഷററായിട്ടിരിക്കുന്ന ആളിനെ ഇച്ചിരി റെസ്പെക്റ്റാണ് നമുക്ക് എല്ലായിടത്തും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആരും മോശക്കാരല്ല. പക്ഷേ കർത്താവ് അവിടെ എന്തുവാ ചെയ്തത്? ഒരു ബാസ്ക്കറ്റിനകത്ത് കുറേ വെള്ളവും അരയിലൊരു ടവലും ഒക്കെ കെട്ടിക്കൊണ്ട് ആ പാത്രത്തിൽ അവരുടെ പാദം കഴുകുകയും ആ ടവൽ കൊണ്ട് ആ പാദം തുടയ്ക്കുകയും ചെയ്തുകൊണ്ട് സർവീസ് എന്താണെന്ന് കാട്ടിക്കൊടുത്തു. നിങ്ങളിൽ വലിയവനാകുന്നവൻ ഇതുപോലെ ചെയ്യണം. സർവീസ്, സെർവൻറ്റ്. ക്രിസ്തേശു ചെയ്തതിൽ നിന്നായിരിക്കണം പിന്നീടുള്ള എംപ്ലോയി, ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിനും മറ്റ് ഇതിലുള്ളവർക്കൊക്കെ സെർവൻറ്റ്സ് എന്നവർ പറയാറുണ്ട്. അവർ ചെയ്യുന്ന പ്രവൃത്തി സർവീസൊന്നും അല്ലെങ്കിലും, സെർവൻറ്റിൻ്റെ പണിയൊന്നും അല്ലെങ്കിലും പദം എങ്ങനെയാണ്? മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെർവൻസ് എന്നുള്ള അർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദൈവം ഇച്ഛിക്കുന്നത് സർവീസാണ്. ഒരു നിഷ്ക്രിയനായിരിക്കുന്നവനെ കർത്താവ് തൻ്റെ ശിഷ്യനായി കാണുന്നില്ല. ഒരു 95 വയസ്സുള്ള മരിക്കാറായ ഒരു മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് കുറേ നാളിലൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു ജീവിതം ഒരിക്കലൂടെ പുനരാരംഭിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്കിനി ഒരു ജീവിതത്തിൽ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യുമായിരുന്നു. ഞാൻ മരിച്ചാൽ നിലനിൽക്കുന്ന ചില ശാശ്വതമായ വിഷയങ്ങളിൽ ഞാൻ ഇൻവോൾവ് ചെയ്യുമായിരുന്നു. ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു, സേവ ചെയ്യുമായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായിട്ട് കഥ കേട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ദൈവം വീണ്ടെടുപ്പിലൂടെ നമുക്കൊരവസരം നൽകിയിരിക്കുകയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ. ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷകരായി വിളങ്ങുവാൻ, ശോഭിക്കുവാൻ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സെർവ് ദി ലോർഡ് ഗ്ലാഡ്ലി. അതൊരു ഭാരമായിട്ടല്ല, സന്തോഷത്തോടു കൂടി ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ പഴയ നിയമത്തിലും ഒരു പുതിയ നിയമത്തിലും ഓരോ ഉദാഹരണം പറയാം, ഈ സന്തോഷത്തോടുകൂടി അല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി. ഒന്ന്, പഴയ നിയമത്തിൽ യോനായോട് പറഞ്ഞു, മോനെ നീ നിനവേ ചെന്ന് പ്രസംഗിക്കണം, അവരൊക്കെ വളരെ പാപത്തിൽ കിടക്കുക, ഒന്ന് മാനസാന്തരപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നീ കിഴക്കോട്ട് പോകണം. തർസീസ് പടിഞ്ഞാറാണ് കിടക്കുന്നത്, കുറേയേറെ അകലമാണ്. ഇവൻ നിനവയ്ക്ക് പോകേണ്ടിയവൻ, കിഴക്കോട്ട് പോകേണ്ടിയവൻ എവിടോട്ട് പോയി? പടിഞ്ഞാറോട്ട് പോയി. അവൻ ഡ്യൂട്ടി ചെയ്തോയെന്ന് ചോദിച്ചാൽ ചെയ്തു. എന്തുകൊണ്ട് ചെയ്തു? ഒരു മീൻ അവനെ ഛർദ്ദിച്ച് കരക്കിട്ടത് കൊണ്ട് അവൻ ചെയ്തു. അല്ലെ ചെയ്യുമോ? അല്ലെ അവൻ തർശൂസിൽ പോകും. ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ ചെയ്തത് എങ്കിലും ദൈവത്തിൻ്റെ ഹിതാനുസരണമല്ല അവൻ ചെയ്തത്. പിന്നെയോ അവൻ ഇഷ്ടമില്ലാതെ അവൻ അത് ചെയ്തു. നമ്മൾ കാണുന്നു, ബെഥാനിയയിലൊരു വീട്ടിൽ കർത്താവ് വന്നു. അവിടെ ഒരാളുടെ വലിയ ഉദ്ദേശം കർത്താവ് നല്ല കറി ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ കൂട്ടി ഇച്ചിരി ഭക്ഷണം കൊടുക്കണം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കർത്താവിനോട് പോയി, കർത്താവേ നീ ഇത് കാണുന്നില്ലയോ എൻ്റെ ഭാരം? എൻ്റെ സഹോദരി എന്നെ സഹായിക്കുന്നില്ല, ഞാൻ തന്നെ വേണം
ഈ പണി മുഴുവൻ ചെയ്യാൻ. അപ്പോൾ അവൾ ആ ചെയ്യുന്നുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി അല്ല അത് ചെയ്തത്, ഗ്രഡ്ജിങ്ങിലിയാണ്. സർവീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നത് സന്തോഷപൂർവ്വം അല്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ചില ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പറ്റും, ഇഷ്ടമില്ല, പിന്നെ വേണേൽ അങ്ങ് ചെയ്യാം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സെർവ് ദ ലോർഡ് ഗ്ലാഡ്ലി, ദൈവത്തെ സേവിക്കേണ്ടത് സന്തോഷത്തോടു കൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ സാങ്ക്ടിഫൈഡ് ആകുന്നതിന് വേണ്ടി സാഡാകേണ്ട കാര്യമൊന്നുമില്ല. ചിലരുടെ ധാരണ ഈ കഴുതയുടെ മുഖം പോലെ ഇങ്ങനെ തൂങ്ങി ഒക്കെ ഇരിക്കുന്നത് ആ ഭക്തിയുടെ മാനദണ്ഡമെന്നാണ്. അപ്പോൾ പരിശുദ്ധനാകുന്ന ആളുകൾ പറയും. ഇങ്ങനെ മുഖം മുഖത്തോട്ട് പോലും നോക്കുകയില്ല. കർത്താവ് പറഞ്ഞത് നീ സന്തോഷത്തോടു കൂടി സേവ ചെയ്യണം. സാഡായിരിക്കണമെന്നില്ല സാങ്ക്ടിഫൈഡ് ആകാൻ, ഗ്ലൂമി ആയിരിക്കണമെന്നില്ല ഹോളി ആകാൻ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കൊടുക്കുന്ന കാര്യത്തിലും കർത്താവ് പറയുന്നത് എന്തുവാ? ഹി എൻജോയ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം എ ഹലേറിയസ് ഗിവർ എന്നാണ് പറയുന്നത്, എ ചിയർഫുൾ ഗിവർ. അല്ലാതെ ഞാൻ കൊടുക്കണോ, ഈ അന്തരീക്ഷത്തിലല്ല ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതും കൊടുക്കുന്നതും. സന്തോഷത്തോടുകൂടി കർത്താവിന് വേണ്ടി ആയിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വേറൊന്ന്, ദൈവത്തെ സ്നേഹിക്കേണ്ടത് ഇൻ്റലിജൻ്റായിട്ടാണ്, ഇമോഷണലായിട്ട് മാത്രമല്ല. കർത്താവിനെ ഞാൻ എന്തിനു സേവിക്കണം? എൻ്റെ പാപത്തെ എന്നിൽ നിന്ന് പോക്കുവാൻ, ആദാം ചെയ്ത പാപത്തെ, മനുകുലത്തിൻ്റെ പാപത്തെ പോക്കുവാൻ, എനിക്ക് പകരക്കാരനായി പാപമില്ലാത്തവൻ പാപമായി മാറി എനിക്ക് വേണ്ടി തന്നെ പാപമാക്കി കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നു മരണമായി, യാഗമായി. ഈ കർത്താവിനെ ഞാൻ സ്നേഹിക്കണമെന്നുള്ള അറിവോടുകൂടി, ഇവൻ അഖിലാണ്ടങ്ങളുടെ ഉടയവനാണ്, ഇവൻ എൻ്റെ രക്ഷിതാവ് മാത്രമെന്നുള്ള ജ്ഞാനത്തോടുകൂടി കർത്താവിനെ അറിവോടുകൂടെ സേവിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജ്ഞാനം വേണം, പരിജ്ഞാനം വേണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പരിജ്ഞാനമില്ലാത്തടത്ത് ജനം വഷളായി നടക്കുന്നു, ഇല്ലേ? അപ്പോൾ പരിജ്ഞാനികളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ പത്രോസും അതേക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3:18 കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പോൾ പരിജ്ഞാനത്തിൽ വളരണമെന്നുള്ളത്, പരിജ്ഞാനത്തിൽ മുതിരണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മളൊരു ആക്സിഡൻ്റ് അല്ല. ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ജന്മം ആക്സിഡൻ്റ് അല്ല. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ദൈവവചനം പറയുന്നത് യു ആർ ദ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൈപ്പണിയാണ് മനുഷ്യൻ. ആ രീതിയിലാണ് ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് കാണുന്നത്. 100 ബില്യൺ സെല്ലുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ, ആവറേജ് 100 ബില്യൺ. അതുപോലെ 2 മില്യൺ സെറ്റ് ഗ്ലാൻസ് മനുഷ്യ ശരീരത്തിലുണ്ട്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ. അതിനെ കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ അത്ഭുതകരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആർട്ടറീസിലും വെയിനിലും കൂടെ സഞ്ചരിക്കുന്ന ബ്ലഡ് 168 മില്യൺ മൈൽസാണ് ഒരു ദിവസം അവൻ കറങ്ങുന്നത്, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. 168 മില്യൺ മൈൽ ഒരു ദിവസം. ഇതങ്ങ് യാദർച്ഛികമായിട്ടുണ്ടായ ശരീരമല്ല. അത്ഭുതകരവും അതിശയകരവുമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം, ഈ അറിവോടുകൂടി നീയാണ് എൻ്റെ സൃഷ്ടിതാവ് എന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടി ദൈവത്തെ സ്നേഹിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. വെളിപ്പാട് പുസ്തകം 5:9 രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ നാം സ്വർഗത്തിൽ കാണുന്നു. അവരവിടെ പറയുകയാണ്, യു ഹാവ് റിഡീംഡ് us. നീ ഞങ്ങളെ വീണ്ടെടുത്തു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. അതിനെ കണ്ടുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വിസ്തരിക്കുമ്പോൾ, ഉയരത്തിനോ ആഴത്തിനോ, ഈ ഭൂമിയിലുള്ളതിനോ ഉയരത്തിലുള്ളതിനോ
ദൈവ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. കാരണം പാപം തീണ്ടാത്തവൻ സൃഷ്ടിതാവായ ദൈവം മനുഷ്യരൂപമെടുത്ത് എന്നെ സ്നേഹിച്ച് തൻ്റെ രക്തം എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് എന്നെ വീണ്ടെടുത്തെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കണം, സേവിക്കണം, അവൻ്റെ ശുശ്രൂഷ ചെയ്യണം. ഞാൻ ആ സങ്കീർത്തനം പറഞ്ഞല്ലോ, അതിലൊരു താങ്കിങ് സാമാണ് 100-ാം സങ്കീർത്തനം. ബി താങ്ക്ഫുൾ ടു ഹിം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. വൈ? ബിക്കോസ് ഹി ഈസ് ഗുഡ്. നമ്മുടെ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. ഹിസ് മേഴ്സീസ് എൻഡ്യൂറത്ത് ഫോർ എവർ. നമുക്ക് പ്രതികൂലങ്ങൾ വന്നെന്ന് വരാം, രോഗം വന്നെന്ന് വരാം, ക്ഷീണം വന്നെന്ന് വരാം, നമ്മെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം. ബട്ട് ദ ലോർഡ് ലവ്സ് യു. ഹി ഹാവ് എ ഗുഡ് പ്ലാൻ അബൌട്ട് യു ആൻഡ് ഹിസ് മേഴ്സീസ് എൻഡ്യൂറത്ത് ഫോർ എവർ. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഈ താങ്ക്സ് ഗിവിങ് എസ്റ്റാബ്ലിഷ് ആയ കാലത്ത് ഒരു വീടുണ്ടാകുന്ന സമയത്തും സ്ഥലത്തും 7 ശവക്കൊല്ലറകൾ പണിയുന്ന കാലഘട്ടമായിരുന്നു. അതുപോലെ മരണം മനുഷ്യരുടെ ഇടയിൽ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാലത്താണ്, യുദ്ധത്തിൻ്റെ സമയത്താണ് അത് പാസ്സാക്കിയെടുക്കുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള താല്പര്യമാണ് നമ്മളവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാം എല്ലാവരും ഒരു കാഷ്വലായിട്ട് എടുക്കുകയാണ്. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള ഒരു വാർഡുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് സംഭവിക്കുന്നു. അല്ല, ദൈവം നമുക്ക് വേണ്ടി സകലതും കരുതുന്നു, നമുക്ക് വേണ്ടി സകലതും പ്രവർത്തിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ യേശുവിനെ ദർശിക്കുന്നുണ്ടോ? അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ അത് സകല ലോകരെയും സകല സീമാവാസികളെയും സംബോധന ചെയ്തുകൊണ്ടാണ്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 28 എന്തോ പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആരോടൊക്കെ സുവിശേഷം പറയണം എന്ന് പറഞ്ഞാൽ സകല ജാതികളോടും സുവിശേഷം പറയണം, അവരെ എങ്കിലേക്ക് ആകർഷിക്കണം. അപ്പം ആ 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഇവിടെ വളരെ അനുയോജ്യമായി കാണുന്നു. 2-ാം വാക്യത്തിൽ എന്താ ഒന്ന് വായിച്ച 2-ാം സങ്കീർത്തനം? സംഗീതത്തോടുകൂടെ അവൻ്റെ അടുക്കൽ വരുവിൻ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ച് സ്തോത്രഗീതം പാടി പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്ന സ്വഭാവം നമ്മൾ കർത്താവിൽ കാണുന്നുണ്ട്. അത് നമ്മൾ ആ 2 കോണ്ടസ്റ്റിൽ കാണുന്നുണ്ട്. 3-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. അപ്പം നമ്മെ മേയ്ക്കുന്ന ഇടയനാണ് കർത്താവ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതുപോലെ നമ്മൾ 1 പത്രോസ് 5:4 പറയുന്നുണ്ട്, ഈ ഇടയശ്രേഷ്ഠൻ വെളിപ്പെടും. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നമുക്ക് പ്രതിഫലം തന്ന് നമ്മെ തൻ്റെ സന്നിധിയിൽ സ്വീകരിക്കും. നമ്മുടെ കർത്താവായ ക്രിസ്തു സമീപ ഭാവിയിൽ വരും. അവൻ്റെ വരവെങ്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് മരിച്ചുപോയ വൃതന്മാർക്കും ജീവനോട് ഇരിക്കുന്നവർക്ക് രൂപാന്തരവും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നാം അവനോടുകൂടി ഇടയശ്രേഷ്ഠനോടുകൂടി നിത്യകാലം വസിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത വാഗ്ദത്തം. അതിൽ നമുക്ക് മുന്നേറാം. ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.